1.5 വയസ്സ് വരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി 1.5 വയസ്സിന് ശേഷം സംസാരിക്കുന്നില്ല, നമ്മൾ വിളിച്ചാൽ ശ്രദ്ധിക്കുന്നില്ല, മുഖത്തേക്ക് നോക്കുന്നില്ലെങ്കിൽ നമ്മൾ വളരെയേറെ ഗൗരവമായിട്ട് കാണുന്ന കാര്യമാണ്. കാര്യം സംസാരിച്ചു തുടങ്ങിയൊരു കുട്ടി സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിലും ഒരു റിഗ്രഷനാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഓട്ടിസം പോലെയുള്ള ഒരു ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻ്റെ തുടക്കമാവാം. അപ്പോൾ അതിനെ വളരെ ഗൗരവമായിട്ട് പേരൻസ് നിരീക്ഷിക്കുകയും അതിന് വേണ്ടുന്ന കൃത്യമായ അസസ്മെൻ്റ് എടുക്കുകയും കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിലെയോ ഓട്ടിസമോ ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ ആരംഭഘട്ടത്തിൽ തന്നെ നമ്മളതിന് ശരിയായ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ കൊടുത്ത് അല്ലെങ്കിൽ തെറാപ്പി കൊടുത്ത് നമ്മൾക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ കുഞ്ഞിൻ്റെ ദിനചര്യയിൽ വന്ന മാറ്റങ്ങളായിരിക്കും. കുഞ്ഞ് അമിതമായി സ്ക്രീൻ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാവാം. അതുപോലെ മറ്റൊരു കാരണം കുഞ്ഞ് അതിൻ്റെ എൻവയോൺമെൻറ്റ് മാറിയിട്ടുണ്ടാവും. നാട്ടിൽ വളർന്നൊരു കുട്ടി പെട്ടെന്ന് വിദേശത്തേക്ക് പോയി പുതിയൊരു എൻവയോൺമെൻറ്റും പുതിയ ആളുകളും പുതിയ ഭാഷയിലുള്ള എക്സ്പോഷർ കൊണ്ടുകൂടെ ആവാം. കുഞ്ഞുങ്ങളുടെ ഒരു ന്യൂറോ മച്യൂറേഷൻ ഏജ് എന്ന് പറയുന്നത് 0 to 4 years ആണ്. ആ ചെറിയ കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞിന് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളും തെറാപ്പികളും കിട്ടുകയാണെങ്കിൽ കുഞ്ഞിന് നല്ല പരിഹാരം നമുക്ക് അല്ലെങ്കിൽ പൂർണ്ണമായ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്. ഇത് വൈകുന്തോറും ചികിത്സ വൈകുന്തോറും അവർ മുഖ്യധാരയിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ കൂടി വരും.